അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് ഇതിങ്ങനെ നേരം സബൂർ കിട്ടണില്ല. മൂപ്പരിങ്ങനെ ഇതുകൊണ്ട് അറുത്തിട്ട് ശരിയാക്കാൻ വേണ്ടി നിൽക്കുക. അപ്പൊ അബൂജഹൽ പറഞ്ഞു, ചൂളണ്ട മൂർച്ചയുടെ ബാൾ എൻ്റെ ദീദ ഹുദ്. ഇതെന്താ ഒരു നേതാവായ എൻ്റെ കൗത്ത് മുറിച്ചാൻ ഒരു തുരുമ്പുടിച്ച വാളായിട്ട് വന്ന് കിടന്ന് എൻ്റെ വാളിതാ ഇതുകൊണ്ട് അങ്ങോട്ട് മുറുക്കി. ഇബ്നു മസ്ഊദ് തങ്ങൾ മുറിക്കാൻ വേണ്ടി നിൽക്ക് ഒറ്റ കാര്യം കൂടി വസിയത്ത് പറയാനുണ്ട്. നീളത്തിൽ എൻ്റെ ഗളം കീഴറ്റമായും ഉയർത്തോളറ്റമായ തലമിൽ നീട്ടിപ്പിടുത്ത് സൈഫോട്ടി തറുത്തിടുക. ഇജി എവിടെയെങ്കിലും പോയി മുറിച്ചാൻ പറ്റൂല. ഇജി എൻ്റെ കഴുത്ത് മുറിക്കുമ്പോൾ മലപ്പുറം ജില്ലക്കാരല്ലാത്തവർ ക്ഷമിക്കുക. ഇജിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നുണ്ട്. ഈ യുദ്ധരംഗം പറയുമ്പോൾ ഒറിജിനൽ മലപ്പുറം മലയാളം പറഞ്ഞെങ്കിലേ ശരിയാവുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാര്, ഇതിൽ യൂട്യൂബിൽ കേൾക്കുന്നതിൽ പല ജില്ലക്കാരും ഉണ്ടാവും. അപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഓം പറയാണ്, ദുഷ്ടനായ മൽഊനായ അള്ളാന്റെ ശത്രുവായ അബൂജഹൽ പറയാണ്, എൻ്റെ കഴുത്ത് ഏതായാലും നീ മുറിക്കുമ്പോൾ നീട്ടിയിട്ട് ഇവിടെ കൊണ്ടേ മുറിക്കണം, അവിടെ ഒന്നും മുറിക്കരുത്. എന്താണെന്നറിയോ, എൻ്റെ കൗത്തടക്കം കണ്ടിട്ടെങ്കിലും മുഹമ്മദ് ഒന്ന് പേടിക്കട്ടെ, നോക്കണം. ഓൻ്റെ ഒരു ആദർശ തീവ്രത, കുഫ്രിയത്തിൻ്റെ തീവ്രത. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എന്നായിക്കോട്ടെ എൻ്റെ മുറാദ് പോലെ തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് നേരെ കഴുത്ത് നീട്ടിപ്പിടിച്ചിട്ട് ആ നല്ല സ്പീഡുള്ള മൂർച്ചല്ല തിളങ്ങുന്ന വാളുകൊണ്ട് ഇങ്ങനെ മുറിച്ചിട്ട് ബിസ്മില്ലാ മുറിച്ചിട്ട് ഇങ്ങനെ നേരെ എന്തായെന്നറിയോ, ഇങ്ങനെ തോണ്ടിയിട്ട് ചെവിമലി എന്തോ ഒരു കയറുകൊണ്ട് കെട്ടിയിട്ട്, നമ്മൾ മലയാളികൾ പാന്തം കൊണ്ട് കെട്ടും പോലെ കെട്ടിയിട്ട് നേരെ വലിച്ചിട്ട് കൊണ്ടുപോവാണ്. ഈ തല എങ്ങട്ടാ കൊണ്ടുപോകണമെന്നറിയോ, ആനേ ആയതുവാക്കൽ കാരശൻ ആറുത്ത് ഇബ്നു മസ്ഊദ് െടുത്താറംസാ ചേനക്കളം ബിട്ടങ്കവർ നടന്താർ സിംഹർ നബിയാരെ തിരുമുൻപന്താർ. ആനെ അതുവാക്കൾക്ക് അരശൻ റഅസ. അതുവാക്കൾക്ക് അരശൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അരശൻ എന്ന് പറഞ്ഞാൽ പഴയ മലയാളാണത്. അരശൻ എന്ന് പറഞ്ഞാൽ രാജാവ്. അതുവാക്കൾക്ക് അരശൻ, അള്ളാന്റെ റസൂലിന്റെ ശത്രുക്കൾക്ക് രാജാവായ അബൂജഹലിന്റെ തലങ്ങട്ട് അറുത്തിട്ട് ആര്, സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ അടുത്ത് ചേനക്കളം വിട്ടങ്കവർ നടന്താർ നേരെ പടക്കളത്തിൽ നിന്ന് കൊണ്ടുപോയി. എവിടത്തേക്ക് കൊണ്ടുപോയത്? ഇലാ ഹദറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ ചെന്നിട്ട് പറയാണ്, വളരെ താഴ്മയോടെ പറയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ കരുവരിൽ ബിരുത്തി സാദാ നബിയേ ജഹൽ തൻ്റെ റഅസം ഹാദാ. അതുകൊണ്ട് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂല് സുത്തം റക്അത്തൈനി അവർ തൊഴുതാർ, 2 റക്അത്ത് നിസ്കരിച്ചു എന്നാണ് മോയിൻകുട്ടി വൈദ്യര് പറയണത്. അപ്പൊ ശുക്രിന്റെ സുജൂദല്ലേ ചെയ്യേണ്ടത്? പക്ഷെ ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, 2 റക്അത്ത് ആര് നിസ്കരിച്ചു? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കണേനും കുഴപ്പമില്ല, ഇനി ശുക്രിന്റെ സുജൂദ് ചെയ്താൽ അതിനും കുഴപ്പമില്ല. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ഞാൻ അള്ളാന്റെ അമ്പിയാക്കന്മാരെ ഏറ്റവും വലിയ നേതാവാണ്. അപ്പൊ എൻ്റെ ശത്രു ഏറ്റവും വലിയ ശത്രുവാകണം. എൻ്റെ സഹോദരനായ മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ ശത്രുവായിരിക്കുന്ന ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി ആ വെള്ളത്തിൽ മുങ്ങണ സമയത്ത് ഓൻ പറഞ്ഞു, ആര് പറഞ്ഞു? ഫിർഔന് പറഞ്ഞു, മൂസേ നിന്റെ ഇലാഹിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചോളാന്ന് പറഞ്ഞു. വിശ്വസിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ അതുവായ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി മരിക്കാൻ നേരത്ത് പോലും ഞാൻ മുഹമ്മദിനോട് എനിക്ക് വലിയ വെറുപ്പുണ്ട് എന്ന് പോയി പറയണം എന്ന് പറഞ്ഞ ഏറ്റവും വലിയ കുഫറിന്റെ ടോപ്പ് ലീഡറാണ് ആര്? അബൂജഹൽ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. ഇനി ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്തുകയാണ്. ഒറ്റ കാര്യം, അല്ലാഹുവിന്റെ റസൂലിന്റെ സംസ്കാരം അതൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇതാ ഇന്നത്തെ വാർത്തയിൽ എന്താ ഉള്ളത് എന്നറിയോ? ഫലസ്തീനിൽ ഭക്ഷണം കൊടുക്കുന്ന പോളണ്ടിൽ നിന്ന് ലണ്ടനിൽ നിന്ന് അമേരിക്കയിൽ
അമേരിക്കയിൽ നിന്ന് വന്ന സന്നദ്ധ പ്രവർത്തകരെ ബോംബിട്ട് കൊന്നതാണ് ഫലസ്തീനിലെ ഇന്നത്തെ വാർത്തയെങ്കിൽ അള്ളാന്റെ റസൂല് ബദറിലേക്ക് പോകുമ്പോ, ഉഹദിലേക്ക് പോകുമ്പോ, ഖന്തഖിലേക്ക് പോകുമ്പോ, ഖൈബറിലേക്ക് പോകുമ്പോ പറഞ്ഞിട്ടുണ്ട്, ഒറ്റ കുട്ടിയെയും ചെറിയ പൈതം മക്കളെ ആക്രമിക്കരുത്, പെണ്ണുങ്ങളെ ആക്രമിക്കരുത്, അവരെ കൃഷി വകുപ്പുകൾ നഷ്ടപ്പെടുത്തരുത്, നശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. ബദർ യുദ്ധം നടക്കുന്നത് എന്നാ അള്ളാന്റെ റസൂല് മദീനത്തേക്ക് ചെന്നതിന്റെ 2-ാം കൊല്ലമാണ്. കൊല്ലം 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 8ന്റെ അന്ന്, കൊല്ലം 8-ന്, ഹിജറന്റെ 8-ാം കൊല്ലം 10,000 സ്വഹാബത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിട്ട് അള്ളാന്റെ റസൂല് ഫത്ഹ് മക്കയിലേക്ക്, മക്കം ഫത്ഹാക്കാൻ വേണ്ടി വരികയാണ്. മക്ക രാജ്യത്തിന്റെ അധികാരം മുഴുവനും അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ വരികയാണ്. വലിയ ചരിത്രമാണ്. ഫത്ഹ് മക്ക 2 ദിവസം പറയാനുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കണേ അല്ലാ. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10,000 സ്വഹാബത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി പറഞ്ഞു, 16 ആളെ നിങ്ങൾ കൊല്ലണം, വേറെ ആളെ ആരെയും കൊല്ലരുത്. 16 ആളെ ലിസ്റ്റ് ഇട്ടു. ആ ലിസ്റ്റ് ഇട്ട് അവരെ കൊല്ലണം, കാരണം അവരെ കൊണ്ട് അത്ര ഇടങ്ങേറുണ്ട്. ആ 16-ൽ പെട്ടതാണ് ആര്? കഅബ് ഇബ്നു സുഹൈർ. അള്ളാന്റെ റസൂല് കൊല്ലാൻ പറഞ്ഞതാ, പക്ഷേ മദ്ഹ് പാടിയിട്ട് രക്ഷപ്പെട്ട ആളാണ്. അവസാന റസൂലുള്ളാഹിയുടെ മദ്ഹ് പാടി ഉംബിത്തു അന്ന, എല്ലാരും അറിയുന്നവര് ചൊല്ലിക്കോ, ഉംബിത്തു അന്ന റസൂലല്ലാഹി ഔഅദനി വൽ അഫു ഇൻദ റസൂലില്ലാഹി മഅ്മൂലു. എന്നെ കൊല്ലണമെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം. ഉംബിത്തു, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ദോഷികളായ മുസ്തഫാക്കും പറയുന്നത് പ്രകാരം ജീവിതത്തിൽ അമലില്ലാത്ത മുസ്തഫയെ പോലെയുള്ളവർക്ക് പറയാനുള്ളത് ഒറ്റ വാക്കാണ്. അന്ന് നമ്മൾക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. ആര്? കഅബ് ഇബ്നു സുഹൈർ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത്? വൽ അഫു ഇൻദ റസൂലില്ലാഹി മഅ്മൂലു. അവിടുന്ന് ഏത് കൊലപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടുന്ന് മാപ്പ് നൽകുന്ന നേതാവല്ലയോ നബിയേ. എന്നിട്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടി, ഇന്നർ റസൂല ലസൈഫുൻ യുസ്തളാഉ ബിഹി ലനൂറുൻ എന്നും ഒരു നുസ്ഖയിലുണ്ട്. ഇന്നർ റസൂല ലസൈഫുൻ യുസ്തളാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. റസൂലുള്ളാഹി വാളാണെന്നർത്ഥമുള്ള വരിയെത്തിയപ്പോ മുത്തുനബി തങ്ങൾ കഅബിന് സമ്മാനം കൊടുത്തു. തന്റെ തോളിലുള്ള ഷാലെടുത്തിട്ട് റസൂലുള്ളാഹിക്ക് കൊടുത്തു. അതേ, അങ്ങനെ മക്ക രാജ്യം മുഴുവനും റസൂലുള്ളാഹിന്റെ കൈപ്പിടിയിൽ വന്നു. ഒരാളുണ്ട്, അബൂജാഹിലിന്റെ മകൻ. ഇതോടെ 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് നിർത്തും. അബൂജാഹിലിന്റെ മകൻ ആരാണ്? ഇക്രിമത്താണ്. ഇക്രിമത്ത് പറഞ്ഞു, മുഹമ്മദിന് അധികാരമുള്ള മക്കയിലും അബുൽ ഹക്കമിന്റെ മകൻ ജീവിക്കുകയില്ല. ലാത്തയാണ് സത്യം, ഉസ്സയാണ് സത്യം, ഹുബുലുൽ അയലയാണ് സത്യം. ഞാൻ അബുൽ ഹക്കമിന്റെ മകൻ. ഇപ്പൊ കഅബത്തിന്റെ അധികാരം ആരുടെ കയ്യിലാ? മുഹമ്മദാണ്. ആ മുഹമ്മദിനുള്ള നാട്ടിൽ ഞാൻ നിൽക്കൂല. ഉയിരോടെ നിൽക്കും കാലം അത് നടക്കൂടാതെ മൂപ്പരവിടുന്ന് പോയി. ആര് പോയി? ഇക്രിമത്ത് റളിയല്ലാഹു ആകാൻ പോയി. പക്ഷേ അയാളെ പെണ്ണുങ്ങൾ നന്നായി. പെണ്ണുങ്ങളെ പേര് ഉമ്മു ഹക്കീം എന്നാണ്. ഉമ്മു ഹക്കീം ഷഹാദത്ത് കലിമ ചൊല്ലി. പലരും ഷഹാദത്ത് കലിമ ചൊല്ലി, ആയിരക്കണക്കിന് ആൾ ഷഹാദത്ത് കലിമ ചൊല്ലി, അല്ലേ? അതിൽ ഉമ്മു ഹക്കീം എന്ന് പറയുന്ന ഈ പെണ്ണ് റളിയല്ലാഹു തആല അൻഹാ ഷഹാദത്ത് കലിമ ചൊല്ലി സ്വഹാബിയത്തായി. ഭർത്താവിനോട് സ്നേഹം ഉണ്ടാവുമല്ലോ. എൻ്റെ പുതിയാപ്പള ഇവിടുന്ന് വലിയ ബീമ്പളക്കി പോയതാണ്, നബിയെ എൻ്റെ പുതിയാപ്പള തങ്ങളടുക്കൽ വന്നിട്ട് മാപ്പ് ചോദിച്ചാൽ പൊരുത്തപ്പെട്ട് കൊടുക്കാൻ റെഡിയാണ്, പൊരുത്തപ്പെട്ട് കൊടുക്കാൻ റെഡിയാണ്. അങ്ങനെ ഉമ്മു ഹക്കീം എന്ന് പറയുന്ന ഈ പെണ്ണ് 4 or 5 ദിവസം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. മുതഅല്ലിമീങ്ങളെ നോക്കണം. നല്ല നോവൽ വായിക്കും പോലെ നമുക്ക് വായിക്കാൻ പറ്റും. അറബിയിൽ എല്ലാ ഗൾഫ് നാട്ടിലും അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ അവിടുത്തെ ലൈബ്രറിയിൽ അവിടുത്തെ സിലബസിലുള്ള കിതാബ ഏത്? അബ്ദുറഹ്മാൻ റഫത്ത് ഭാഷയുടെ കിതാബ് ഏത്? സൂറും മിൻ ഹയാത്തി സ്വഹാബ. അതിൽ പറഞ്ഞ ചരിത്രമൊക്കെ, ആ യാത്രനെ പറ്റിയൊക്കെ. ഈ ഉമ്മു ഹക്കീം എന്ന പെണ്ണിന്റെ യാത്ര ഒന്നും ഞാൻ വിശദീകരിക്കണില്ല. അങ്ങനെ യാത്ര പോയി ഭർത്താവ്
ഭർത്താവിനെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി പോയി 5 or 6 ദിവസം യാത്ര ചെയ്തിട്ടാണ് ഭർത്താവിനെ കിട്ടിയത്. ഭർത്താവിനെ തെരഞ്ഞു പോവാണ് ആര്? ഇക്രിമത്ത് എന്ന ഭർത്താവിനെ തെരഞ്ഞു പോവാണ് ആര്? ഉമ്മു ഹക്കീം എന്ന് പറയുന്ന പെണ്ണ് റളിയല്ലാഹു തആല അൻഹാ വർള അന്നാ ബിഹാ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ പോകുമ്പോൾ 6 or 5 ദിവസം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹിയുടെ ഒരു പ്രസ്താവന എന്ത്? സയഅതീകും ഇക്രിമത്തു മുഅ്മിനൻ. ഞാൻ ആ കിതാബിൽ കണ്ടതാണ്, സൂറ മിൻ ഹയാത്തി സ്വഹാബ, ആ കിതാബിൽ കണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ് എന്ത്? സയഅതീകും ഇക്രിമത്തു മുഅ്മിനൻ മുഹാജിറാ. ബദറിലും മുഹദിലും വന്നത് ഇക്രിമത്ത് വന്നത് നമ്മളെ തലയെടുക്കാനാണ് വന്നത്. എന്നാലും നാളെ ഇവിടെ ഇക്രിമത്ത് വരും. എങ്ങനെ വരണത്? മുഅ്മിനാ, ഒറിജിനൽ മുഅ്മിനായിട്ട് വരാനിരിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ റസൂലുള്ളാഹി പറഞ്ഞ വാക്ക് 14 നൂറ്റാണ്ടല്ല, എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും എല്ലാ ലോകങ്ങൾക്കും മാതൃകയല്ലേ. റസൂലുള്ളാഹി പറയാണ് ഇക്രിമത്ത് വന്നാൽ ഫലാ തസുബ്ബു അബാ. ഇക്രിമത്തിന്റെ ബാപ്പാനെ ചീത്ത പറയരുതേ, ഇക്രിമത്തിന്റെ ബാപ്പാനെ നിങ്ങൾ കുറ്റം പറയരുതേ. കാരണം ഇക്രിമത്ത് മുഅ്മിനായിട്ട് വരികയാണെങ്കിലും ഇക്രിമത്തിന്റെ ബാപ്പ കാഫറാണെങ്കിലും ബാപ്പാനെ പറ്റി പറഞ്ഞാൽ മക്കൾക്കത് പൊറുക്കാൻ പറ്റൂല. അതേ അബൂജഹലിനെ പറ്റിപ്പോലും നിങ്ങൾ മോശം പറയരുതെന്ന് പറഞ്ഞ സംസ്കാരത്തിന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് 2 സ്വലാത്ത് ചൊല്ലണം. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തിയാണ്. കഴിഞ്ഞ കൊല്ലം ഞാൻ പ്രസംഗിച്ചപ്പോ അന്നിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3.25 മണിക്കൂർ പ്രസംഗിച്ചു. തങ്ങളൊന്ന് വന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് എൻ്റെ മനസ്സിൽ വന്നത്. ഇന്നത്തെ പ്രസംഗം എന്താണെന്നറിയില്ല, തങ്ങളൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു എന്നാണ് ഇപ്പോഴും തോന്നിയത്. പക്ഷേ പറ്റൂല, ഞങ്ങളൊക്കെ മനുഷ്യന്മാരാണ്, എല്ലാവർക്കും ഉറക്കുണ്ട്, എല്ലാവർക്കും ക്ഷീണുണ്ട്, മലക്കുകളല്ല നമ്മൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 25-ാം രാവിലെ ഞാൻ പ്രസംഗിച്ചതിനേക്കാളും ഇന്നത്തെ 25-ാം രാവിലെ എനിക്ക് ആഫിയത്ത് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അല്ലാഹു തആല ബദരീങ്ങളെ മദ്ഹ് പറയാൻ, സയ്യിദുനാ ഇക്രിമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹ് പറയാൻ, സ്വഹാബത്തിന്റെ മദ്ഹ് പറയാൻ ഞങ്ങളെ നാവിന് ശക്തി നൽകണേ അല്ലാഹ്. സ്വഹാബത്തിനെ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളെ ശൈഖുനാ സിഎം വലിയുള്ളാന്റെ പൊരുത്തപ്രകാരം നിജാസത്ത് പ്രകാരമുള്ള ഖുതുബിയത്താണ്, ഉറപ്പാണ്. അങ്ങനത്തെ ഒരു മശായിഖന്മാരെ പൊരുത്തമില്ലെങ്കിൽ ജനങ്ങൾ ഇങ്ങോട്ട് വരൂല, വന്നാൽ തന്നെ രോഗം മാറൂല. റബ്ബേ, എനിക്കും പല വിഷമങ്ങളുണ്ട്, ഇവിടെ എൻ്റെ സുഹൃത്തുക്കൾ പലരുമുണ്ട്, പലരും പല വിഷമങ്ങളുള്ളവരുണ്ട്. ശൈഖുനാ സിഎം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സ്വഹാബത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മൗത്തിന്റെ നേരത്ത് 10,000-കണക്കിന് സ്വഹാബത്ത് ഞങ്ങളടുക്കൽ വന്നിട്ട് ഞങ്ങൾക്ക് സാന്ത്വനം നൽകുന്ന നിലക്ക്, ആ നിലക്ക് ഞങ്ങളെ ഏറ്റെടുക്കണേ റഹ്മാനേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളൊക്കെ പൊരുത്തപ്പെടണം. എനിക്കിങ്ങനെ കുറെ സഭ എണീച്ചു നിൽക്കുമ്പോ കാലിന്റെ മുട്ടിന് പ്രയാസമുള്ളത് കൊണ്ട് ഇരിക്കുകയാണ്. സയ്യിദ് അവർകൾ ഉണ്ടാകുമ്പോ കസാലമ്മ ഇരിക്കാൻ പ്രയാസമുണ്ട്. അല്ലാഹുവേ, സയ്യിദ് അവർകൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്ത് ഏറ്റിത്തരണേ അല്ലാഹ്. ചെറിയ മക്കളുണ്ട് ഇവിടെ ഉണ്ട്, സയ്യിദന്മാരെ മക്കളുണ്ട്, അഹ്ലു ബൈത്തിന്റെ കുട്ടികളുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് അഹ്ലു ബൈത്തിനെ കൊണ്ട് അൽഹംദുലില്ലാഹ് ഈ നാട്ടിൽ ഖൈറാകുന്ന കാലത്തോളം സുദീർഘകാലം സയ്യിദ് അവർക്ക് മുദർരിസാകാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്കും നല്ല ബറക്കത്തോടു കൂടി ദർസ് നടത്തുന്ന മുദർരിസാകണം. ഞങ്ങളെ മക്കൾ, എൻ്റെ മകനടക്കമുള്ളവർക്ക് നല്ല ബറക്കത്തുള്ള മുഹഖിഖ് ആയ മുദർരിസ് ആകാൻ സയ്യിദ് അവർകളെ ബറക്കത്ത് കൊണ്ട്, അവരെ ഉപ്പാപ്പമാരെ ബറക്കത്ത് കൊണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ് അഹ്ലു ബൈത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന്. എവിടെ പറഞ്ഞു? ഖുർആനിൽ ഒരു സൂറത്തിന്റെ വിഷയം തന്നെ അതാണ്. റാസി ഇമാമിന്റെ തഫ്സീറിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് സൂറത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ
فصل لربك وانحر إن شانئك هو الأبتر. എല്ലാവരും ആമീൻ പറയും. അല്ലാഹു തആല ഞങ്ങളെ കബൂലാക്കണേ റഹ്മാനെ. പടച്ചോനെ സയ്യിദ് അവർക്ക് ആഫിയത്ത് ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. നാളെ ഒളവട്ടൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജുമുഅക്ക് ശേഷം എൻ്റെ പ്രസംഗമുണ്ട്. ഞാൻ ജുമുഅക്ക് ശേഷം 3 വെള്ളിയാഴ്ചയും പ്രസംഗിച്ച് അസർ ബാങ്ക് കൊടുക്കുമ്പോഴാണ് നിർത്തൽ. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ അങ്ങനെ തന്നെയാണ് ഈ കാര്യം. അതുകൊണ്ട് കുറച്ച് ആഫിയത്ത് ബാക്കി വെക്കാൻ ഞാൻ പറ്റൂല. അതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് ആഫിയത്ത് ഏറ്റിത്തരണേ അല്ലാഹ്. എനിക്ക് ഈ റമദാന്റെ പകല് പ്രസംഗിക്കുമ്പോൾ കൂടുതൽ തൊള്ളിയിൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. ചിലവർക്ക് പറ്റണത് ഞാൻ കണ്ടതാ, വറ്റി തൊള്ള ഒട്ടിയിട്ട് നാവും അണ്ണാക്കും കൂടി ഒട്ടിയിട്ട് പ്രസംഗിക്കാൻ പറ്റാത്തൊരവസ്ഥ 1-2 ആൾക്ക് ഈ റമദാനിൽ തന്നെ, റമദാൻ 12-ന്റെ അന്ന് ഒരു സ്ഥലത്ത് ഞാൻ കണ്ടതാണ്. എല്ലാവർക്കും ആഫിയത്ത് തരണേ അല്ലാഹ്. ബറക്കത്തുള്ള വർത്താനം പറയാൻ ഞങ്ങൾക്ക് ആഫിയത്ത് തരണേ അല്ലാഹ്. നമ്മൾ പാപികളാണ്. അവരൊക്കെ അഹ്ലുബൈത്ത് എന്തായാലും റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളാണല്ലോ. പടച്ചോനെ ഈ മജ്ലിസ് വലിയ ബറക്കത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്ന ലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹ്രി റമദാന ഉതഖാ وطلقاء وخلصاء وأمناء من النار اجعلنا من عتقائك وطلقائك وخلصائك وأمنائك من النار. اللهم ربنا هب لنا من